ഇലക്ട്രിക് എനർജി ഉപയോഗിച്ച് മാഗ്നറ്റിക് എനർജി ഉണ്ടാക്കാം. അതിനും ഇലക്ട്രോമാഗ്നെറ്റ് ഉപയോഗിക്കുന്നു. ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഒരു സോഫ്റ്റ് അയൺ കോർ ചുറ്റി വൈൻഡിംഗ് ചെയ്ത് അതിലൂടെ കറണ്ട് കടത്തുമ്പോൾ ഇലക്ട്രോമാഗ്നെറ്റ് ഉണ്ടാകും. സയന്റിസ്റ്റായ മൈക്കൽ ഫാരഡെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടെത്തിയത്. മാഗ്നറ്റ് ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നത് ഒരു സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് മാറുമ്പോൾ ആ സർക്യൂട്ടിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അഥവാ EMF ഉണ്ടാകുന്ന ഫിനോമിനോണാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ മൂലമുണ്ടാകുന്ന EMFനെ ഇൻഡ്യൂസ്ഡ് EMF എന്നും അതിലൂടെ ഉണ്ടാകുന്ന കറന്റിനെ ഇൻഡ്യൂസ്ഡ് കറന്റ് എന്നും പറയുന്നു. ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലെക്റ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് മാറ്റം സംഭവിക്കുമ്പോഴാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് മാറ്റമില്ലെങ്കിൽ ഗാൽവനോമീറ്റർ ഡിഫ്ലെക്റ്റ് ചെയ്യില്ല. മാഗ്നറ്റിക് ഫ്ലക്സ് മാറ്റത്തിന്റെ ദിശ മറിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMFന്റെ ദിശയും മറിയും. മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂടുന്നത് ഇൻഡ്യൂസ്ഡ് EMF കൂട്ടുന്നു. കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂടുന്നത് ഇൻഡ്യൂസ്ഡ് EMF കൂട്ടുന്നു. മാഗ്നറ്റും കോയിലും തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ സ്പീഡ് കൂടുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF കൂടുന്നു. ഒരു ദിശയിൽ മാത്രം ഒഴുകുന്ന കറന്റിനെ ഡയറക്റ്റ് കറന്റ് അഥവാ DC എന്നു പറയുന്നു. സമയത്തിനൊത്ത് ദിശ മാറുന്ന കറന്റിനെ ഓൾട്ടർനേറ്റിംഗ് കറന്റ് അഥവാ AC എന്നാണ്. മൊബൈൽ ഫോൺ, കാൽക്കുലേറ്റർ, എമർജൻസി ലാമ്പ്, ടോർച്ച് എന്നിവ DC ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. മിക്സി, ഗ്രൈൻഡർ, മൈക്രോവേവ് ഓവൻ പോലുള്ള വീട്ടുപകരണങ്ങൾ AC ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. വലിയ തോതിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ ജനറേറ്റർ ഉപയോഗിക്കുന്നു. ജനറേറ്റർ എന്നത് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഉപകരണമാണ്. ഇത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. ജനറേറ്ററുകൾ പ്രധാനമായും രണ്ട് തരമാണ്: AC ജനറേറ്റർ മറ്റും DC ജനറേറ്റർ. ജനറേറ്ററിന്റെ പ്രധാന ഭാഗങ്ങൾ ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ കോയിൽ, സ്ലിപ്പ് റിംഗ്സ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് റിംഗ്സ്, ബ്രഷുകൾ, എക്സ്റ്റേണൽ സർക്യൂട്ട്. AC ജനറേറ്ററിൽ ആർമേച്ചറിലുണ്ടാകുന്ന കറന്റ് ദിശ മാറുന്നതിനാൽ AC ലഭിക്കുന്നു. AC ജനറേറ്ററിൽ സ്ലിപ്പ് റിംഗ്സും ബ്രഷുകളും ആർമേച്ചറിലുണ്ടാകുന്ന കറന്റ് പുറം സർക്യൂട്ടിലേക്ക് നൽകുന്നു. DC ജനറേറ്ററിൽ സ്പ്ലിറ്റ് റിംഗ് അഥവാ കമ്മ്യൂട്ടേറ്റർ ഉപയോഗിച്ച് ആർമേച്ചറിലുണ്ടാകുന്ന AC DCയാക്കി മാറ്റുന്നു. സ്പ്ലിറ്റ് റിംഗ് ഓരോ ഹാഫ് റൊട്ടേഷനിക്കും കണക്ഷൻ മാറ്റി ഏകദിശ കറന്റ് നൽകുന്നു. വലിയ തോതിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളെ പവർ സ്റ്റേഷൻസ് എന്നു പറയുന്നു. പ്രധാന പവർ സ്റ്റേഷനുകൾ തെർമൽ പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. തെർമൽ പവർ സ്റ്റേഷനിൽ കോൾ അല്ലെങ്കിൽ CNG പോലുള്ള ഫ്യൂവൽ കത്തിച്ച് സ്റ്റീം ഉണ്ടാക്കി ടർബൈൻ തിരിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ച് സ്റ്റീം ഉണ്ടാക്കി ടർബൈൻ തിരിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ ഉയരത്തിൽ സംഭരിച്ച വെള്ളത്തിന്റെ എനർജി ഉപയോഗിച്ച് ടർബൈൻ തിരിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. തെർമൽ പവർ സ്റ്റേഷനിലെ എനർജി ട്രാൻസ്ഫോർമേഷൻ ഹീറ്റ് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ന്യൂക്ലിയർ പവർ സ്റ്റേഷനിലെ എനർജി ട്രാൻസ്ഫോർമേഷൻ ന്യൂക്ലിയർ എനർജി ഇൻറ്റു ഹീറ്റ് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലെ എനർജി ട്രാൻസ്ഫോർമേഷൻ പൊട്ടൻഷ്യൽ എനർജി ഇൻറ്റു കൈനറ്റിക് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. പവർ സ്റ്റേഷനുകളിൽ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ ലൈൻസ് വഴി വീടുകളിലേക്ക് എത്തിക്കുന്നു. ദൂരങ്ങളിലേക്ക് ഇലക്ട്രിസിറ്റി അയക്കുമ്പോൾ റെസിസ്റ്റൻസ് കാരണം എനർജി ഹീറ്റായി നഷ്ടമാകും. ജൂൾസ് ലോ പ്രകാരം ഹീറ്റ് പ്രൊഡക്ഷൻ കറന്റ്, റെസിസ്റ്റൻസ്, ടൈം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. എനർജി ലോസ് കുറയ്ക്കാൻ ലോ റെസിസ്റ്റിവിറ്റി വയേഴ്സ് ഉപയോഗിക്കണം. ലോ റെസിസ്റ്റിവിറ്റി മെറ്റൽസ് സിൽവർ, കോപ്പർ, ഗോൾഡ്, അലുമിനിയം. പ്രായോഗികമായി ട്രാൻസ്മിഷനായി കോപ്പർ വയറാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എനർജി ലോസ് കുറയ്ക്കാൻ വോൾട്ടേജ് കൂട്ടിയും കറന്റ് കുറച്ചും ചെയ്യാം. AC വോൾട്ടേജ് മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണം ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമർ മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. ഒരു കോയിലിലെ കറന്റ് മാറുമ്പോൾ അടുത്ത കോയിലിൽ EMF ഉണ്ടാകുന്നതിനെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നു പറയുന്നു. ട്രാൻസ്ഫോമറിൽ പ്രൈമറി കോയിൽ, സെക്കൻഡറി കോയിൽ, സോഫ്റ്റ് അയേൺ കോർ എന്നിവയുണ്ടാകും. AC സപ്ലൈ പ്രൈമറി കോയിലിലേക്ക് കൊടുക്കുമ്പോൾ സെക്കൻഡറി കോയിലിൽ EMF ഉണ്ടാകും. ട്രാൻസ്ഫോമർ പ്രവർത്തിക്കാൻ AC ആവശ്യമുണ്ട്. ട്രാൻസ്ഫോമറുകൾ രണ്ട് തരമാണ്:
സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വോൾട്ടേജ് കൂട്ടുകയും കറന്റ് കുറയ്ക്കുകയും ചെയ്യും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വോൾട്ടേജ് കുറയ്ക്കുകയും കറന്റ് കൂട്ടുകയും ചെയ്യും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ സെക്കൻഡറി കോയിൽ ടേൺസ് പ്രൈമറി കോയിൽ ടേൺസിനേക്കാൾ കൂടുതലായിരിക്കും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ സെക്കൻഡറി കോയിൽ ടേൺസ് കുറവായിരിക്കും. ഐഡിയൽ ട്രാൻസ്ഫോമറിൽ ഇഎംഎഫ് പെർ ടേൺ രണ്ടിലും ഒരുപോലെയായിരിക്കും. ട്രാൻസ്ഫോമറിൽ വോൾട്ടേജ് റേഷ്യോ ഈക്വൽ ടു ടേൺസ് റേഷ്യോ. ട്രാൻസ്ഫോമർ റിലേഷൻ Vp/Vs ഈക്വൽ ടു Np/Ns. ഐഡിയൽ ട്രാൻസ്ഫോമറിൽ ഇൻപുട്ട് പവർ ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ. പവർ റിലേഷൻ Vp/Ip ഈക്വൽ ടു Vs/Is. പവർ സ്റ്റേഷനിൽ ഇലക്ട്രിസിറ്റി ഏകദേശം 11 കിലോ വോൾട്ടായി ഉണ്ടാക്കി പിന്നീട് 110 അല്ലെങ്കിൽ 220 കിലോ വോൾട്ടായി സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു. ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ എനർജി ലോസ് കുറയ്ക്കുന്നു. ഡിസ്ട്രിബ്യൂഷന് മുൻപ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വോൾട്ടേജ് കുറയ്ക്കുന്നു. വീടുകളിൽ ലഭിക്കുന്ന സപ്ലൈ ഏകദേശം 230 വോൾട്ട് AC ആണ്. വീട്ടിലെ വയറിങ്ങിൽ ഇലക്ട്രിസിറ്റി ആദ്യം വാട്ട് അവർ മീറ്ററിലേക്ക് എത്തുന്നു. മീറ്ററിലേക്ക് 2 വയറുകൾ എത്തുന്നു. ഫേസ് വയറും ന്യൂട്രൽ വയറും. മീറ്ററിന് ശേഷം മെയിൻ ഫ്യൂസും മെയിൻ സ്വിച്ചും കണക്ട് ചെയ്യുന്നു. കറന്റ് ലീക്കേജ് ഒഴിവാക്കാൻ ELCB ഉപയോഗിക്കുന്നു. ELCBയിൽ നിന്ന് ഇലക്ട്രിസിറ്റി MCB ബോർഡ് വഴി ബ്രാഞ്ച് സർക്യൂട്ടുകളിലേക്ക് പോകുന്നു. വീട്ടുപകരണങ്ങൾ പാരലൽ കണക്ഷൻ ഉപയോഗിച്ചാണ് ബന്ധിപ്പിക്കുന്നത്. സ്വിച്ചുകൾ ഫേസ് ലൈനിനോട് സീരീസായി ബന്ധിപ്പിക്കുന്നു. റെഡ് വയർ ഫേസ്, ബ്ലാക്ക് വയർ ന്യൂട്രൽ, ഗ്രീൻ വയർ എർത്ത്. ഫേസ് വയറും ന്യൂട്രൽ വയറും നേരിട്ട് തൊട്ടാൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകും. കൂടുതൽ ഉപകരണങ്ങൾ ചേർത്താൽ ഓവർലോഡിംഗ് ഉണ്ടാകും. സർക്യൂട്ട് സംരക്ഷിക്കാൻ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നു. ഫ്യൂസ് വയർ സാധാരണ ടിൻ ലെഡ് അലോയ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഫ്യൂസ് എപ്പോഴും സീരീസ് കണക്ഷനിൽ ബന്ധിപ്പിക്കുന്നു. അധിക കറന്റ് വന്നാൽ MCB സർക്യൂട്ട് ഓഫ് ചെയ്യും. ലീക്കേജ് ഉണ്ടായാൽ ELCB സർക്യൂട്ട് ഓഫ് ചെയ്യും. സുരക്ഷയ്ക്കായി 3-പിൻ പ്ലഗ് ഉപയോഗിക്കുന്നു. എർത്ത് വയർ ഉപകരണത്തിന്റെ മെറ്റൽ ബോഡിയെ ഗ്രൗണ്ടിൽ ബന്ധിപ്പിക്കുന്നു. എർത്തിംഗ് ലീക്കേജ് കറന്റിന് ഗ്രൗണ്ടിലേക്ക് പോകാൻ ലോ റെസിസ്റ്റൻസ് പാത നൽകുന്നു. കറന്റ് മനുഷ്യ ശരീരത്തിലൂടെ കടന്നാൽ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകും. ഡാമേജ്ഡ് ആയ ഇൻസുലേഷൻ, വെറ്റ് ഹാൻഡ്സ്, ലൈവ് വയർ സ്പർശിക്കൽ എന്നിവ ഷോക്കിന് കാരണമാകും. ഇലക്ട്രിക് ഷോക്ക് സംഭവിച്ചാൽ മെയിൻ സ്വിച്ച് ഉടനെ ഓഫ് ചെയ്യണം. വിക്ടിമിനെ ഇൻസുലേറ്റിംഗ് ഒബ്ജക്റ്റ് ഉപയോഗിച്ച് വേർതിരിക്കണം. ഫസ്റ്റ് എയ്ഡായി ബ്രീത്തിങ്ങും സർക്കുലേഷനും തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കണം. CPR സീക്വൻസ് CAB. കംപ്രഷൻസ്, എയർവേ, ബ്രീത്തിങ്. വെറ്റ് ഹാൻഡ്സ് ഉപയോഗിച്ച് സ്വിച്ച് തൊടരുത്. റിപ്പയർ ചെയ്യുമ്പോൾ പവർ ഓഫ് ചെയ്യണം. ഓവർലോഡിംഗ് ഒഴിവാക്കണം. ഇവ ഷോക്ക് ഒഴിവാക്കാൻ സഹായിക്കും. ലൈറ്റ്നിംഗ് അല്ലെങ്കിൽ സ്റ്റോം സമയത്ത് അപ്ലയൻസസ് അൺപ്ലഗ് ചെയ്യണം. ഇലക്ട്രിസിറ്റി ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുകയും സുരക്ഷാ നടപടികൾ പാലിക്കുകയും ചെയ്താൽ അപകടങ്ങൾ ഒഴിവാക്കാം.